നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോട്ടയം നഗരസഭയുടെ പരിധിയിലുള്ള വിഷ്ണുമംഗലം ക്രോധവത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സൂര്യകാലടി വനയോട് ചേർന്നുള്ള വിഷ്ണുമംഗലം ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രാധാന്യമുണ്ട്, ഇതിനൊരു ചരിത്രമുണ്ട്. ഇവിടെ മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും ഭഗവതിയും ഒരുപോലെ പ്രധാനമായിട്ട് ഉള്ള അമ്പലമാണ്. നമ്മുടെ ചരിത്രം, ഹിന്ദുക്കളുടെ ചരിത്രം അല്ലെങ്കിൽ ഹൈന്ദവതയുടെ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ നമ്മുടെ ആത്മീയതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതകളെന്ന് പറയുന്നത് മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും മഹാദേവനും അതുപോലെ ദേവി ഭഗവതിയുമാണ്. ഈ മൂന്ന് ചൈതന്യങ്ങളും ഒരുമിച്ച് കൊടുകൊള്ളുന്ന ഒരേ പ്രാധാന്യത്തോടു കൂടി നിൽക്കുന്ന ക്ഷേത്രമാണ് നമ്മുടെ മഹാവിഷ്ണു ക്ഷേത്രവും ശിവക്ഷേത്രവും അതിന് ഇവിടെ തൊട്ട് ചേർന്നുള്ള ഭഗവതിയുടെ ക്ഷേത്രവും. ഈ ക്ഷേത്രത്തിന് വേറൊരു വിളിപ്പേരുണ്ട്, അതാണ് ദക്ഷിണ ബദരീ കേദാരം എന്ന്. അത് പറയാൻ കാര്യം, ഈ നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ആൾക്കാർക്ക് ചിരപുരാതന കാലം മുതലേ നമ്മൾ ഇവിടുന്ന് നടന്നും വളരെ കഷ്ടപ്പെട്ടും പണ്ടത്തെ കാലത്തൊക്കെ യാത്ര ചെയ്യാൻ ഒരു സൗകര്യമില്ലാത്ത കാലത്ത് പോലും ഹിമാലയത്തിൽ പോവുകയും അവിടെ ബദരിയിലും കേദാരത്തിലും എങ്ങനെയും കഷ്ടപ്പെട്ടെത്തുകയും ഒരുപാട് പേര് അതിനകത്ത് പോയിട്ട് തിരിച്ചു വരാതെ വരെയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടമായിട്ടുള്ള വഴിയാണ്. അപ്പം അവിടെ പോവുക എന്നുള്ളത് ഈ ഭൂമിയിൽ ജനിച്ച ആർഷഭാരത സംസ്കാരമുള്ള എല്ലാ വ്യക്തികളുടെ വലിയ ആഗ്രഹമാണ്. ബദരിയിൽ പോയി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, കേദാർനാഥിൽ പോയിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുക. അവരവിടെ നിന്നും ഈ ഭാരതഭൂമിയെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന്. അപ്പൊ ഇവിടുന്ന് ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് അതുവരെ പോകുന്ന ആൾക്കാർക്ക് പറ്റാത്തവർക്ക് അവിടെ ചെന്ന് തൊഴുതതിൻ്റെ ഒരു അനുഗ്രഹ ഫലം ഇവിടെ ദക്ഷിണേന്ത്യയിൽ തന്നെ കിട്ടുന്ന ഒരു ചൈതന്യവത്തായ സ്ഥാനമാണ് ഈ വിഷ്ണുമംഗലം ക്ഷേത്രം. ഇവിടെ മഹാവിഷ്ണുവും മഹാദേവനും നദിയുടെ കരയിൽ, മീനച്ചലാറിന്റെ കരയിൽ, ഇവിടുന്ന് ഈ നദിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചുണ്ടാക്കിയ ക്ഷേത്രമാണ്. ഇവിടെ വന്ന് ഭഗവാൻ മഹാവിഷ്ണുവിനെ തൊഴുമ്പോൾ ബദരിനാഥിൽ പോയി തൊഴുതേണ്ട ഒരു അനുഗ്രഹവും, ശ്രീ പരമേശ്വരനെ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുമ്പോൾ കേദാർനാഥിൽ പോയി മഹാദേവനെ തൊഴുത ഒരു അനുഗ്രഹവും അനുഭവവും ഏതൊരു സനാതന ധർമ്മിക്കും കിട്ടും എന്നുള്ളത് സംശയം ഇല്ലാത്ത കാര്യമാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആളുകളിൽ നിന്നുള്ള അവരുടെ മനസ്സിൽ നിന്നുണ്ടായ ഒരു പേരാണ് ദക്ഷിണ ബദരി കേദാരം എന്നുള്ളത്. നമ്മുടെ ഈ ഭൂമിയെ തന്നെ എടുത്താലും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളിലും ഉള്ള ചൈതന്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണല്ലോ. നമ്മൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് പറയും. അപ്പൊ അതില് ഒരു രീതിയിൽ പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവും അദ്ദേഹം ഒരു ന്യൂട്രോണിന്റെ ഫലമാണെന്നാണ് പറയുന്നത്. പ്രോട്ടോൺ ആയിട്ട് ശക്തിയുക്തമായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്ന ആളാണ് ശ്രീ പരമേശ്വരൻ. അതിൻ്റെ നേരെ സ്ത്രീ പുരുഷ സങ്കല്പത്തിൽ ഇടതുഭാഗത്ത് ദേവി ഭഗവതി നിൽക്കുന്നു, അതാണ് ഇലക്ട്രോൺ. ഈ പോസിറ്റീവായിട്ടുള്ള മറ്റേ പ്രോട്ടോണിനെ ചുറ്റിക്കൊണ്ടുള്ള ഇലക്ട്രോണായിട്ട് ഭഗവതിയുണ്ട്. ഭഗവതിയുടെ എനർജിയാണ് ഭൂമി മുഴുവനുള്ളത്. അത് ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും ഉള്ള ചൈതന്യം എന്ന് പറയുന്നത് ആ ഭഗവതിയുടെ ആ എനർജിയാണ്. അപ്പൊ അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനും ശ്രീ പരമേശ്വരനും ഭഗവതിക്കും കൂടെ ഉള്ള ആ ഒരു സമഞ്ജസമായിട്ടുള്ള അനുഭവം ഇവിടെ ഉണ്ട്. അത് ഈ ജീവനുള്ളതും ജീവനില്ലാത്തതായിട്ടുള്ള അഖണ്ഡ ചരാചരങ്ങളിലുള്ള എല്ലാ വസ്തുക്കൾക്കും അനുഗ്രഹം നൽകി നിൽക്കുന്ന ചൈതന്യ സ്രോതസ്സുകളാണ് ഈ മൂന്ന് കാര്യങ്ങളും. അതുകൊണ്ട് മഹാവിഷ്ണുവിനും മഹാദേവനും ഭഗവതിയും കൂടെ ചേർന്നുള്ള ഈ ക്ഷേത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ നദിയിൽ നിന്ന് വന്ന ആ ക്ഷേത്രത്തിന്റെ ചൈതന്യം അത് നമുക്ക് ബദരിനാഥിലോ കേദാർനാഥിലോ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന, അതുവരെ കഷ്ടപ്പെട്ട് പോകാൻ പറ്റാത്ത വ്യക്തികൾക്ക് ഇവിടെ വന്നാൽ ആ ഒരു ചൈതന്യം ഇവിടെ കിട്ടും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ശ്രീപരമേശ്വരൻ്റെയും അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചരിത്രം.